Dear students, welcome back. അപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ആണ്. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഏതൊക്കെ മോഡൽസ് ആയിരുന്നു? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ, സ്പൈറൽ മോഡൽ ആൻഡ് അജൈൽ മോഡൽ. അപ്പൊ ഇപ്പൊ നമ്മൾ അതിൽ ഒരു പർട്ടിക്കുലർ മോഡൽ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ മോഡലും, ബാക്കി നമ്മൾ പറഞ്ഞ ബാക്കി 4 മോഡൽസും അല്ലെങ്കിൽ ബാക്കി വരുന്ന എല്ലാ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസും ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലാണ്. അതായത് അതിന്റെ ഏറ്റവും സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിന്റെ മോഡലിന്റെ ബേസിക് മോഡൽ എന്ന് പറയുന്നത് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ മോഡൽ എന്ന് പറയും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ മോഡൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ബേസിക് ആയിട്ട് വരുന്ന സ്റ്റെപ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഒരു മോഡലാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഓൾ ദ അതർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽസ് ആർ ബേസ്ഡ് ഓൺ ദ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബാക്കിയുള്ള എല്ലാ മോഡൽസും ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഏത് മോഡലിനെയാണ്? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിനെ. Classical waterfall model divides the life cycle into a set of phases. Classical model consider ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെറ്റ് ഓഫ് ഫേസസ് ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ ഫേസസ് തന്നെയാണ് ശരിക്കും ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഇത് കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റേജ് ബൈ ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് ഫുള്ള് ഫിനിഷ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് ഫേസിലേക്ക് പോവുക, അത് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് പോവുക, ഇങ്ങനെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ക്ലാസിക്കൽ. അത് വാട്ടർഫോൾ എന്ന് പറയാൻ കാരണം തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് വൺ ആഫ്റ്റർ വൺ ഒരു വാട്ടർഫോൾ രീതിയിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്, ഡെവലപ്മെന്റ് സ്റ്റേജസിനെ. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ ഫേസ് വിൽ ബി ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് ഫേസ്. ആദ്യത്തെ ഫേസിന്റെ ഔട്ട്പുട്ട് ആണ് നെക്സ്റ്റ് ഫേസിന്റെ ഇൻപുട്ട് ആയിട്ട് വരിക, അതിന്റെ ഔട്ട്പുട്ട് ആണ് അടുത്ത ഫേസിന്റെ ഇൻപുട്ട് ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ വർക്ക് ചെയ്യുന്നത്. ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ബേസിക് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലാണ് ഏത് എന്ന് പറയുന്നത്? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ മോഡലാണ്. പിന്നെന്താണ്? ഒരു ഫേസ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിന്റെ ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൺസിഡർ ചെയ്യുന്നത് ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഫേസ് എന്ത് ചെയ്യുള്ളൂ? സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഒരു ഫേസിന്റെ ഔട്ട്പുട്ട് ആണ് നെക്സ്റ്റ് ഫേസിന്റെ ഇൻപുട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി അതിനകത്ത് ഡിഫറെന്റ് സ്റ്റേജസ് ആണ് അല്ലെങ്കിൽ ഫേസസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 6 ഡിഫറെന്റ് ഫേസസ് ഓഫ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. അപ്പൊ ഈ ഫേസസ് കണ്ടാൽ അറിയാം ഇത് നമ്മൾ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഫേസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഈ 6 ഫേസസും. ചെറിയ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ. അപ്പം എക്സാമിന് 15 മാർക്സിന് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിന്റെ ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എഴുതാം, അതിനുശേഷം ഈ ഫേസസ് വരയ്ക്കാം. ഇതാണ് ആ മോഡൽ. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ് ഞാൻ ഈ വരച്ചത്. അപ്പൊ അതെങ്ങനെയുണ്ട്? ഒരു വാട്ടർഫോൾ പോലെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ അത് വരച്ചു വെക്കണം. ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആ 6 ഡിഫറെന്റ് ഫേസസും വരയ്ക്കാം. എന്നിട്ട് ഓരോ ഫേസും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളോട് പറയുന്നില്ല. കാരണം എന്താണ്? ഇതേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഏതൊക്കെയാണ് ഡെവലപ്മെന്റ് ഫേസസ്. അപ്പൊ ആ ഡെവലപ്മെന്റ് ഫേസസ് നമ്മൾ ഈ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പൊ അതാണ് ഇത് ബേസിക് ആയിട്ടുള്ളതാന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇനി അങ്ങോട്ട് വരുന്നതിലൊക്കെ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഫേസസ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഏതൊക്കെയാണ് ഫേസസ്? ഫീസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ആ കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗിന് പകരം നേരത്തെ നമ്മൾ ഇംപ്ലിമെന്റേഷൻ ആണ് പഠിച്ചത്. അതേപോലെ ടെസ്റ്റിംഗിന് പകരം ഇവിടെ ഇന്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് മെയിൻ്റനൻസ്. അപ്പൊ ഇതാണ് 6 ഡിഫറെന്റ് ഫേസസ് ഓഫ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. അപ്പൊ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ഡയഗ്രമാണ് ഈ ഡയഗ്രാം. അതിന്റെ ഫേസസ്: ഫീസിബിലിറ്റി സ്റ്റഡി, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻസും ഈ ഫേസസിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം സെയിം ആണ്.
ഫീസിബിലിറ്റി സ്റ്റഡിയിൽ എന്താ എന്തൊക്കെയാണ് ചെയ്യുന്നത്, റിക്വയർമെന്റ് അനാലിസിസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഡിസൈനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റേഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ടെസ്റ്റിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മെയിൻ്റനൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. എല്ലാ മോഡലിന്റെയും ബേസിക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിന്നാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് റിക്വയർമെന്റ് അനാലിസിസ് വരുന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് ഏതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്, ഡിസൈൻ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് കോഡിങ്ങിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതിന്റെ ഔട്ട്പുട്ടാണ് ഇന്റിഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ലാസ്റ്റ് വരുന്ന ഫേസ് ആണ് മെയിൻ്റനൻസ്. അപ്പോൾ ഒരു ഫേസ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഫേസ് വരുന്നത്. അപ്പൊ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ വളരെയധികം ഡ്രോബാക്സും ഉണ്ട്. അപ്പൊ ഈ ഡ്രോബാക്സ് ഓവർകം ചെയ്യാനാണ് നെക്സ്റ്റ് വരുന്ന ഫേസുകളൊക്കെ ആക്ച്വലി ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. എന്തൊക്കെയാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ അഡ്വാൻറ്റേജ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദിസ് മോഡൽ ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു മോഡൽ വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫേസസ് എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസസ് ഇൻ ദിസ് മോഡൽ ആർ പ്രോസസ് വൺ അറ്റ് എ ടൈം. ബാക്കോട്ട് പോകുന്നില്ല, ഒരിക്കൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഫീസിബിലിറ്റി സ്റ്റഡി ഒരു പ്രാവശ്യമേ നടത്തുള്ളൂ, റിക്വയർമെന്റ് കളക്ഷൻ ഒരു പ്രാവശ്യമേ നടത്തുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ഫേസിലേക്ക് പോകും. അപ്പോൾ ഓരോ ഫേസും ഒന്നിലധികം പ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈച്ച് സ്റ്റേജ് ഇൻ ദ മോഡൽ ഈസ് ക്ലിയർലി ഡിഫൈൻ. ഓരോ സ്റ്റേജും വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോസസ് ആൻഡ് ആക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ആർ വെരി വെൽ ഡോക്യുമെന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിക്വയർമെന്റ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ SRS ഡോക്യുമെന്റിൽ കറക്റ്റ് ആയിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ടാവും. ആക്ടിവിറ്റീസ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ മോഡൽ അല്ല. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും സ്മോളർ പ്രോജക്ട്സിനും അതേപോലെ തന്നെ റിക്വയർമെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു പ്രൊജക്ട് ചെയ്തു, അതുപോലെ തന്നെ ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിലൊക്കെയാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ പ്രൊജക്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. പക്ഷെ എല്ലാ മെത്തേഡ്സിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏത് മോഡലാണ്, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലാണ്. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആണ്, ഒരു ഫേസ് ഒരിക്കൽ ചെയ്താൽ മതി. ഈ ഓരോ സ്റ്റേജും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ വെൽ ഡോക്യുമെന്റഡ് ആണ്. പിന്നെ സ്യൂട്ടബിൾ ഫോർ സ്മോളർ പ്രോജക്റ്റ്. പിന്നെ തിയററ്റിക്കൽ മോഡലും കൂടാണ്. ഓക്കെ, അത്രയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഒരു കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഡ്രോബാക്സ് ഓഫ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഏറ്റവും ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നോ ഫീഡ്ബാക്ക് പാത്ത്. അതായത് നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, തിരിച്ചിട്ടൊരു ഫീഡ്ബാക്ക് പാത്ത് ഇല്ല. എല്ലാം ഇങ്ങനെ വൺ ആഫ്റ്റർ വൺ എന്നാണ് വരുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അതിപ്പോ ഇത് വർക്ക് ചെയ്യുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് നോ എറർ ഈസ് കമ്മിറ്റഡ് ഡ്യൂറിങ് ദ ഫേസസ്. അപ്പൊ എറർ കറക്ഷൻ മെക്കാനിസം ഇല്ല. ഇപ്പൊ ഞാൻ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയത് കംപ്ലീറ്റ് ആയാൽ അത് പിന്നെ ഞാൻ ചേഞ്ച് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് റിക്വയർമെന്റ് കളക്ഷൻ കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയാൽ അതിൽ പിന്നെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം പ്രീവിയസ് ഫേസിലേക്ക് പോകാനുള്ള ഒരു രീതിയിലല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ ഒരു വലിയ പ്രശ്നമാണ്. പ്രീവിയസ് ഫേസിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നെക്സ്റ്റ് ഫേസിൽ എന്ത് നമുക്ക് മനസ്സിലാവുക, എറർ മനസ്സിലാവുക. അപ്പൊ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇതിനകത്തില്ല ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിൽ. കാരണം മുന്നോട്ടാണ് പോകുന്നത്, ബാക്കോട്ടേക്ക് പോകുന്നില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് ചേഞ്ച് റിക്വസ്റ്റുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു പ്രീവിയസ് ഫേസിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ കസ്റ്റമർ റിക്വയർമെന്റ്സ്, നമ്മൾ റിക്വയർമെന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലായി, അതന്നെയാണ് ശരി. പിന്നെ കസ്റ്റമർ റിക്വയർമെന്റ് മാറ്റി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. പിന്നെ നോ ഓവർലാപ്പിംഗ് ഫേസസ്, അതായത് അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ദിസ് മോഡൽ റെക്കമെൻഡ് ദാറ്റ് ന്യൂ ഫേസസ് ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് പ്രീവിയസ് ഫേസസ്. അപ്പൊ ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഫേസ് തുടങ്ങുന്നത്. അപ്പം റിയൽ പ്രോജക്റ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഫേസ് ഒക്കെ ചെയ്യേണ്ടി വരും, ഒരുമിച്ച് ഒരേപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഓവർലാപ്പിംഗ് ഒന്നും ഏതിലും പോസിബിൾ അല്ല. ഏത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഫോളോ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്ക്.
This model recommends that new phases can start only after the completion of the previous phases, but in the real project it cannot be maintained. അങ്ങനെ നമുക്ക് റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. To increase the efficiency and reduce the cost, phase may overlap. എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഫേസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഇതിൽ പോസിബിൾ അല്ല. ഇത്രയാണ് എന്ത് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. നോ ഫീഡ്ബാക്ക് പാത്ത്, ഡിഫിക്കൽട്ടി ടു അക്കോമഡേറ്റ് ചേഞ്ച് റിക്വസ്റ്റ്, നോ ഓവർലാപ്പിംഗ് ഫേസസ്. ഓക്കെ, അപ്പം ഇതാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ. അപ്പോൾ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത്, ഇതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജസ്റ്റ് അതിന്റെ എന്താണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, ഏതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ഫേസസ്, അതിന്റെ ഡയഗ്രാം എങ്ങനെയാണ്, പ്ലസ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് 50 മാർക്സിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഫേസസും കൂടെ എന്ത് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 6 ഫേസസും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ എഴുതണം. ആ ഫേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറയാം. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് ഏതൊക്കെയാണ്, അതിൽ തന്നെ എന്താണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ, എന്താണ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, പിന്നെ അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഈസ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ 6 ഡിഫറെന്റ് ഫേസസ്, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡ്രോബാക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ, പിന്നെ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ, ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, എന്താണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ, അതിന്റെ അഡ്വാൻറ്റേജസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാം, അതേപോലെ തന്നെ ഡ്രോബാക്സും ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ സെക്കൻഡ് മോഡലാണ് ഡിസ്കസ് ചെയ്യുക. സെക്കൻഡും തേർഡും ആയിട്ട് അങ്ങനെ ഓരോ മോഡൽസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇതിന്റെ നോട്ട്സ് എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.